ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 കപ്പ് മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ 3 ടീസ്പൂൺ തൈര് ഉണ്ട് കേട്ടോ. 3 ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളം ഒരുവിധം ചൂടുള്ള പാലിട്ട്, ഒരുപാട് ചൂട് കുറവല്ല, എന്തായാലും ഒരുവിധം ചൂടുള്ള പാലിട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ പാല് വന്നിട്ട് ഈ ചെറിയ ചൂടോടുകൂടി ഒഴിക്കുന്നതും അതുപോലെ നമ്മുടെ തൈര് ചേർക്കുന്നതും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബട്ടൂരി തന്നെയാണ്. ബട്ടൂരി വന്നിട്ട് നമുക്ക് ചിലരൊന്ന് ഈസ്റ്റ് ഒക്കെ ഇട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഈസ്റ്റ് ഇട്ട് ചെയ്യുന്നതിൽ അത്രയ്ക്കൊരു താല്പര്യമില്ല. എന്താന്ന് പറഞ്ഞാൽ ഈസ്റ്റിന്റെ ആ ഒരു മണം ഉണ്ടാവുമല്ലോ, അപ്പൊ അത് എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ അത് ഇഷ്ടമല്ലെന്ന് വേണ്ട, ഈസ്റ്റ് ഇട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. എന്നാലും ഞാനിപ്പോൾ ഇതിൽ ഈസ്റ്റ് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഈസ്റ്റ് ഇട്ട് വേണമെങ്കിൽ പൊങ്ങിച്ച് ഡബിൾ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചത് മാറ്റി വയ്ക്കാം. 4-5 മണിക്കൂർ നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇപ്പം ഞാൻ 2 ടീസ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഉള്ളിയാണ്, വലിയുള്ളി 3 നമ്മൾ ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിലുള്ള 3 വലിയുള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വണക്കിയെടുക്കാം. ഏകദേശം നന്നായിട്ടൊന്ന് വണങ്ങി വരട്ടെ. വണങ്ങി ഇപ്പോൾ ബട്ടർ ചിക്കൻ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയുന്നത്. ഇപ്പോൾ ബട്ടർ ചിക്കൻ എന്താ പറയുക, ഒരു ഈസി റെസിപ്പി ആയ കാരണം ഏകദേശം അറിയുന്ന എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എന്നാലും പോട്ടെ, കുഴപ്പമില്ല, എൻ്റെ ഒരു രീതിക്ക് ഞാൻ പറഞ്ഞു തരികയാണേ. അപ്പോൾ നമ്മൾ ഉള്ളി ഇതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ അതും ഈസിയാണ്, എന്തായാലും ഈ ഒരു ഈസി റെസിപ്പിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒലിച്ചിട്ട് അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പോലെ നമ്മളത് ഇട്ട് കൊടുക്കട്ടെ. അതിന് ഇതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 4 തക്കാളി, ഒരു ചെറിയ തക്കാളി കാരണമാണ് ഞാൻ 4 ചേർത്തത് കേട്ടോ. അപ്പം നമ്മുടെ പുളിപ്പിന് ആവശ്യാനുസരണം പോലെ നമ്മൾ കറിക്ക് എത്ര വേണ്ട തക്കാളി അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒരുവിധം പഴുക്കാത്ത തക്കാളിയായ കാരണം ഞാനിപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വേഗം ഒന്ന് വേണമെങ്കിൽ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു വരട്ടെ കേട്ടോ. അപ്പോൾ അത് തന്നെ നമ്മൾ കല്ലുപ്പിട്ടൊന്ന് അടച്ചു വെച്ചേക്കാം. നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ വണക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യാനുസരണം പോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ വണങ്ങി വന്നതിന് ശേഷം ഞാൻ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അത് ചെറിയൊരു ചൂടോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ മസാലപ്പൊടികളും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 15-20 കാഷ്നട്ട് ലേശം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ്. അപ്പോൾ നമ്മൾ എന്നോടിപ്പോൾ ഫ്രഷ് ക്രീം ഒന്നും ഇല്ലാത്തതിനും ഞാൻ കുറച്ച് കാഷ്നട്ട് കൂടുതലായിട്ട് ചേർത്താനുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീം ഉള്ളവരാണെങ്കിൽ ഒരു 15 ചേർത്താൽ തന്നെ മതിയും. ഞാനിപ്പോൾ ഒരു 15-20 കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചൂടാറട്ടെ. ആ ചൂടാറുന്ന സമയത്ത് നമുക്ക് കറി വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ ബട്ടർ നമ്മുടെ ഒരു 3 ടീസ്പൂണോട് കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ കഷ്ണം 3 പട്ടയും 2 ഗ്രാമ്പും 1 ഏലക്ക പിന്നെ 1 സ്റ്റാർ അനീസിൻ്റെ പകുതിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിക്കനാണ്. നമ്മളിപ്പോൾ ഇത്രയൊന്നും ഇല്ല കേട്ടോ, ഒരളവില്ല. ഞാനിപ്പോൾ നമ്മൾ കാണിച്ചല്ലോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു ബൗളിൽ കുറച്ച് ചിക്കന് ആ ഒരു അളവിരിക്കാണ് കേട്ടോ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നാലും നമ്മൾ ചിക്കൻ വേവിച്ചിടുന്നതിനേക്കാളും എനിക്ക് ഈ ഒരു മസാലയിൽ കിടന്ന് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടും നമ്മൾ ഈ ചിക്കന്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ തന്നെ ഇട്ട് വേവിക്കാനുണ്ട്. നമ്മൾ മസാല തന്നെ ഇട്ട് വേവിക്കാനാണ് എനിക്കൊരു താല്പര്യം. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ.
അങ്ങനെ ഇപ്പോൾ ഏകദേശം ഈസി റെസിപ്പിയാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല വെന്ത് വന്ന് നമ്മുടെ പാത്രം മൊത്തം ഞങ്ങളുടെ ചടപടാതെ ഇങ്ങോട്ട് തെറിക്കുന്നുണ്ടല്ലേ, എല്ലാം തിക്കായിട്ടുള്ള ഗ്രേവി ആയ കാരണമാണ് അരികൊക്കെ ഇങ്ങനെ ഒരു ഒരു വൃത്തിയില്ലാത്ത പോലെ എങ്ങനെ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, നല്ല തെറിച്ച് വരുന്നുണ്ട്. നമ്മൾ അടച്ചു വെച്ച് വേപ്പം അങ്ങനെ ആയതാണ്. അപ്പോൾ നമ്മൾ കറിയിലേക്ക് കുറച്ച് മല്ലിയിലും കസ്തൂരി മേത്തിയൊക്കെ ഇട്ട് നമ്മൾ കറി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3 മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ മാവ് നമ്മളിപ്പോൾ ഈ ഒരു വലിയ സൈസിൽ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സൈസിലേക്കാണ് നമ്മൾ മാവ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം ചെറിയൊരു ചപ്പാത്തി പോലെ നല്ല നൈസായിട്ട് വേണ്ട, ഒരുവിധം തിക്നെസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തിക്നെസ് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ല, അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ പരത്തിയതിന് ശേഷം നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭട്ടൂര ചെറിയ ചെറിയ സൈസിലേക്കായിട്ട് പരത്തിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതിനെ 4ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുഞ്ഞതായിട്ട് പരത്തില്ല, ഒരുവിധം ഈ ഒരു അളവിലേക്ക് നമ്മൾ പരത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാവും എണ്ണയിലിട്ട് എടുക്കുന്ന സമയത്തും. അപ്പോൾ ഈസ്റ്റ് ഇട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈസ്റ്റ് ഇട്ട് നമ്മൾ ഡബിൾ ആക്കിയിട്ട് നമ്മുടെ ഇപ്പം നല്ല ചൂട് കാലമുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒരു 3 മണിക്കൂറൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്കുള്ളതാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല പൊങ്ങി വരും കേട്ടോ. പക്ഷേ എനിക്ക് ഈസ്റ്റ് ഇട്ടിന് അത്രയ്ക്ക് ഒരു താല്പര്യമില്ല കേട്ടോ. അപ്പം നമ്മൾ ഈസ്റ്റ് ഇട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ മാവ് നല്ല പൊങ്ങി വരികയും ചെയ്യും, നന്നായിട്ട് ഒരു എന്താ പറയുക ഒരു സ്മൂത്തായിട്ട് അങ്ങനെ എണ്ണയിലിടുന്ന സമയത്ത് അങ്ങനെ ഒരു ടെക്സ്ചർ കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഈസ്റ്റ് ഒന്നും ഇടാതെ തന്നെ വേണ്ടിയില്ല, എങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈസ്റ്റ് ഒന്നും അധികം ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാതെ വെച്ചത്. വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഈസ്റ്റ് ഇട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ചൂടുള്ള പാലാണല്ലോ, അപ്പോൾ അതിലേക്ക് ഈസ്റ്റ് ഇട്ടിട്ട് കുഴച്ചിട്ട് കഴിഞ്ഞാൽ മാത്രം മതി, അത്ര തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈസ്റ്റ് ഇടാതെ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു ഈസ്റ്റ് ഇടുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടെക്സ്ചർ ഉണ്ടാകും. നമുക്ക് ഉപയോഗിക്കാതെ ഈസ്റ്റ് ഇടാതെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ആ പൂരിയുടെ പോലെ അങ്ങനെ ഒരു ടെക്സ്ചർ ആയിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ വ്യത്യസ്തം നിങ്ങൾക്ക് മനസ്സിലാവും. ട്രൈ ചെയ്തവരാണെങ്കിലും ഓക്കെ കേട്ടോ, അല്ലാത്തവർക്കായിട്ട് നമ്മളത് ഒരു വ്യത്യസ്തം മനസ്സിലാക്കി പറഞ്ഞു തന്നാണ്. അപ്പം നമ്മൾ ഇതുപോലെയാണ് കേട്ടില്ല. അപ്പം നല്ല എണ്ണയൊന്നും അധികം കുടിക്കില്ല കേട്ടോ. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ കുറവായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഭട്ടൂരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ കുറവായിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഭട്ടൂരി നമ്മുടെ ബട്ടർ ചിക്കൻ ഗ്രേവിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ട്രൈ ചെയ്ത് നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീട്ടിലെന്ന് പറയുന്ന സമയത്ത് ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക്. എന്താന്ന് പറഞ്ഞാൽ അതിന് മെയിൻ ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൽ ഉള്ളിയും തക്കാളിയും എടുത്ത് മാറ്റി വെക്കണ്ടല്ലോ. അപ്പോൾ ആ ഒരു റീസണാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ ബട്ടർ ചിക്കൻ ഭയങ്കര താല്പര്യം കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്കും ബട്ടർ ചിക്കൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ അതേപോലെ ഈസി ആയിട്ട് ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. നമ്മൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും എണ്ണ അധികം കുടിക്കാത്തൊരു ബട്ടർ ചിക്കനാണ്. അല്ല ബട്ടർ ചിക്കൻ അല്ല, സോറി, നമ്മുടെ ഭട്ടൂര. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുണ്ടോ, നല്ല സോഫ്റ്റാണ് കണ്ടില്ലേ. എണ്ണയൊന്നും അധികം നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.